Yes, sir. Yes, sir. Yes, sir. Correct ആണ്. ഓക്കെ ലിപ്റ്റ് സ്മൈൽ ഡിജിറ്റൽ അക്കാഡമിയുടെ 208ാമത്തെ സൺഡേ സ്പെഷ്യൽ ആണ് ഇന്ന് നടക്കുന്നത്. ഓരോ ആഴ്ചകളും നമ്മൾ വ്യത്യസ്തങ്ങളായ ഓരോ വിഷയങ്ങളുമായിട്ടാണ് സംവദിക്കാറുള്ളത്. ഇന്ന് ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് നമ്മൾ വിശാലമായി നമ്മുടെ ഗസ്റ്റ് നമ്മളോട് സംസാരിക്കും. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ സംഘടിപ്പിക്കുന്നത് 10ാം ക്ലാസ്സിലെ +2 ബാച്ച് 6ലെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അവരാണ് ഇന്നത്തെ ഈ ഒരു സൺഡേ സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഗസ്റ്റ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാർ. അനിത വന്ന് സ്വാഗതം ചെയ്യും. റെഡി അല്ലേ? യെസ്, അതെ. ഓക്കെ അപ്പോ 10ാം ക്ലാസ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ആൾ. എന്റെ പേര് അനിത. ലീവ് ടു സ്മൈൽ 10th B6 സംഘടിപ്പിക്കുന്ന സൺഡേ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 208ാമത്തെ സൺഡേ ക്ലാസ് ആണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഇർഫാഖ് സാർക്കും അതുപോലെ തന്നെ ഷെറിൻ സാർക്കും അബ്ദുൾ റഹ്മാൻ സാർക്കും സ്വാഗതം. ഞങ്ങളുടെ 10th B6ന്റെ കോർഡിനേറ്ററായ സാർക്കും മറ്റു കോർഡിനേറ്റർമാർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനും മറ്റു ടീച്ചേഴ്സ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിവ് ടു സ്മൈലിലെ എല്ലാ കൂട്ടുകാരെയും 10th B6ന്റെ സൺഡേ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഷബാനിയെ ക്ഷണിക്കുന്നു. താങ്ക് യു അനിത ചേച്ചി. ലിവ് ടു സ്മൈലിന്റെ 208ാമത്തെ സൺഡേ സ്പെഷ്യൽ ക്ലാസ്സില് ഇന്നത്തെ നമ്മുടെ അതിഥി, നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിഥി ഇന്ത്യൻ ആർമി വെപ്പൺ സ്പെഷ്യലിസ്റ്റ് HMT റാങ്കിലുള്ള മിസ്റ്റർ റമീസ് സാറിനെയാണ്. റമീസ് സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം റമീസ് സാർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. എന്റെ സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? ആദ്യമായിട്ട് തന്നെ എനിക്കൊരു വാം വെൽക്കം തന്ന അനിത മാഡത്തിന് ഞാൻ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ പേര് HMT രമീഷ്, ഹവിൽദാർ മേജർ ടെക്നിക്കൽ രമീഷ്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ ഒരു 15 വർഷമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ സോൾജിയർ ആണ്. എന്റെ സ്വദേശം തൃശ്ശൂർ. ഞാനിപ്പോ പ്രസന്റ്ലി ജോലി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ ഒരു സ്ഥലത്താണ്. ഇപ്പോ ഞങ്ങളെല്ലാവരും ചെറുപ്പം തൊട്ടേ, അതായത് ആർമിയിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ്, ഒരു കോട്ടാണ്, വെപ്പൺ ഈസ് ദ മോസ്റ്റ് പവർഫുൾ തിങ്, അല്ലെങ്കിൽ വെപ്പൺ ആണ് ഏറ്റവും പവർഫുൾ എന്ന്. പക്ഷെ അതിനോട് ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റില് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ. കാരണം ആയുധങ്ങൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അടിച്ചമർത്താനും അതല്ലെങ്കിൽ നേടിപ്പിടിക്കാനും മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ വിദ്യാഭ്യാസം അതല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ്. അപ്പൊ ആദ്യമായിട്ട് ലൈവ് ടു സ്മൈൽ എന്ന ഈ അക്കാഡമി, അതായത് വിദ്യാഭ്യാസം പല സാഹചര്യങ്ങൾ കൊണ്ടും ഡ്രോപ്പ് ചെയ്തവര്, വീണ്ടും അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളായിട്ട് അതല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിട്ട് അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകൾക്ക്, അവരുടെ വയസ്സോ അവരുടെ ജോലിയോ അതിനൊക്കെ അപ്പുറം ഒരു കൂട്ടം ആളുകൾക്ക് വീണ്ടും വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ലീവ് ടു സ്മൈൽ എന്നുള്ള ഒരു അക്കാഡമിക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതിന്റെ അക്കാഡമിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഇർഫാഖ് സാർ, അഹമ്മദ് ഷെറിൻ സാർ, അബ്ദുൾ റഹ്മാൻ സാർ, കീപ് ഇറ്റ് അപ്പ് സാർ. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്കും ഇന്ത്യൻ ആർമിയുടെയും നേഷന്റെയും വകയായിട്ട് ഒരു ബിഗ് സല്യൂട്ട്. എന്റെ വോയിസ് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ഇപ്പോ എനിക്ക് തന്നെ സംശയം, കാരണം ഈ ഒരു പാർട്ടിസിപ്പൻസ് ഏത് ഏജ് കാറ്റഗറീസിൽ വരുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ, അതല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് അവർക്ക് ആ ഔട്ട്പുട്ട് കിട്ടാൻ സാഹചര്യത്തിലുള്ള സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ സ്റ്റുഡൻസ് SSLC+2 ഒരു ബേസിസിലുള്ള സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കളാണ് ഇത് കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും
അവരുടെ മക്കളെ അതല്ലെങ്കിൽ മറ്റുള്ള സ്റ്റുഡൻസിനെ, മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കണം. അതല്ല, ഇത് സ്റ്റുഡൻസ് SSLC +2 അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ബേസിസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ആംഡ് ഫോഴ്സസിൽ ജോയിൻ ചെയ്തത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാനൊരു വെറും +2 മാത്രം വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു വെൻ ഐ വാസ് ജോയിൻഡ് ഇൻ ആംഡ് ഫോഴ്സസ്. അപ്പോൾ ഞാനൊരു ആംഡ് ഫോഴ്സസിൽ +2 അല്ലെങ്കിൽ ഒരു 19 വയസ്സിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് എന്തായാലും ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ഒരു ഗ്യാപ്പിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അതിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. ആദ്യമായിട്ട് തന്നെ ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ ആർമി. ഇത് 3ഉം വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ്. ഇതിന്റെ പ്രഥമമായ എല്ലാ ചാർജസും വരുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അണ്ടറിലാണ്. ഇതല്ലാതെ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സസ് അഥവാ CAPF എന്ന് പറയും, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ബേസിക്കലി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ഒരു വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ എല്ലാം പട്ടാളമാണ്. അത് മമ്മൂട്ടി അഭിനയിച്ച പട്ടാളം സിനിമയിലുള്ള ആ വസ്ത്രമാണെങ്കിലും, ഞാനാണെങ്കിലും, അതല്ലെങ്കിൽ എയർപോർട്ടിൽ ജോലി നോക്കുന്ന CISFകാരാണെങ്കിലും എല്ലാം ബേസിക്കലി ആളുകൾക്ക് പട്ടാളമാണ്. ആക്ച്വലി അവരുടെയൊക്കെ യൂണിഫോംസിൽ ഡിഫറൻസിയേഷൻ ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. അതാണ് ഞാൻ ഈ CAPF എന്ന് എടുത്തു പറയാൻ കാരണം. പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് വേറൊരു പേരും കൂടി ഉണ്ട് CAPF-ന്, അതായത് അർദ്ധസൈനിക വിഭാഗം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് അവരെല്ലാം വരുന്നത്. അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, BSF, ITBP, NSG, ആസാം റൈഫിൾസ്, അങ്ങനെ പാരാമിലിറ്ററി ഫോഴ്സസ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഭാഗം അവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്. ടോട്ടലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ വേൾഡിൽ തന്നെ 2nd ലാർജസ്റ്റ് ആംഡ് ഫോഴ്സസ് ആണ്, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി വരുന്നത്. ഫസ്റ്റ് കൺട്രി ഏതാണെന്നുള്ളതിൽ ഇപ്പൊ പ്രത്യേകിച്ച് പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. നമുക്ക് നമ്മുടെ രാജ്യമാണ് മഹത്വം എന്നുള്ളത് കൊണ്ട് നമ്മുടെ 2nd ലാർജസ്റ്റ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് ആണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ടൊരു സർവീസാണ്. ഇപ്പോൾ ബേസിക്കലി നഴ്സസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, അത് ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, ഇത് ബേസിക്കലി ഒരു സർവീസാണ്. നമ്മൾ നമ്മുടെ നാടിനായി, നമ്മുടെ രാജ്യത്തിനായി, നമ്മുടെ യൗവനമായിക്കോട്ടെ, നമ്മുടെ ലൈഫ് ആയിക്കോട്ടെ, അത് ഏത് സാഹചര്യങ്ങളിലും, അത് ഏത് ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും, ചൂടിലും കൊടും തണുപ്പിലും -ഡിഗ്രിയിലും ഹൈ ആൾട്ടിറ്റ്യൂഡ് റേഷ്യോസ് ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാം. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഏത് സമയം, രാത്രിയും പകലും, കരയിലും വെള്ളത്തിലും വായുവിലും, ഏത് രീതിയിലും സർവീസ് ചെയ്യാം എന്ന് ഞാൻ എൻ്റെ സ്വയം പ്രതിജ്ഞ എടുക്കുന്നതാണ് സർവീസ്. അത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഇതാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആംഡ് ഫോഴ്സസിലെ ജോലി ആക്ച്വലി ഒരു പ്രൊഫഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ പാഷൻ. അതൊരു പാഷനാണ്. അത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഹലോ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണ് സാർ. അത് അവരുടെ നെറ്റ്വർക്ക് ക്ലിയർ ആണല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ സർ? കണ്ടിന്യൂ ചെയ്തു. താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ അതൊരു സർവീസ് ഓറിയന്റഡ് ഒരു മെന്റാലിറ്റി ഉള്ളവർക്കാണ് അതിൽ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ വീട്ടുകാരുടെ താല്പര്യത്തിലോ അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ താല്പര്യത്തിലോ അത് ഇമ്പോസിബിൾ ആണ്. പിന്നെ നമ്മൾ ആർമി അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ്, ആംഡ് ഫോഴ്സസിൽ ഏതൊരു സർവീസിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരാൻ ശ്രമിക്കുവാണ്. സമയം വളരെ പരിമിതി ആയതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്നോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോട്ട് ചെയ്തെടുക്കാം. കാരണം ഞാൻ +2 കഴിഞ്ഞ് ആംഡ് ഫോഴ്സസിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊക്കെ വിചാരിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി കാര്യങ്ങളായിട്ട് അങ്ങ് പോട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞെങ്കിൽ അതായത് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആൻഡ് ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു കടൽ പോലെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിടക്കാം. അത് നമുക്ക് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണെങ്കിലും നമുക്ക് ഏത് ലാംഗ്വേജസ് ആണെങ്കിലും ഏത് രീതിയിലും നമുക്ക് ഇഷ്ടം പോലെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. അത് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എഡ്യൂക്കേഷൻ, അതിനുശേഷം പിന്നെ നമ്മുടെ ട്രെയിനിങ് വരുന്നത്.
6 മാസത്തെ ബേസിക് മിലിറ്ററി ട്രെയിനിങ്. 6 മാസത്തെ ബേസിക് മിലിറ്ററി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സിവിലിയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്നും അത് കൺവേർട്ട് ചെയ്ത് ഒരു സൈനികനിലോട്ട് ആകേണ്ട ഒരു പ്രോസസ്സ്. അത് വളരെ വളരെ രസമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വീട്ടിലൊക്കെ എന്താ പറയാ, വീട്ടിലൊക്കെ 10 മണി വരെ കിടന്നുറങ്ങി, നല്ല മഴയുള്ള സമയത്ത് കമ്പിളിയുടെ ഉള്ളിലൊക്കെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ബെഡിന്റെ തൊട്ടടുത്ത് ചായ നമ്മുടെ അച്ഛനമ്മമാര് കൊണ്ടുവന്ന് തന്ന്, ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കൂ, അതല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിലെ പുറത്തിറങ്ങൂ, അല്ലെങ്കിൽ രാത്രി ഇത്ര സമയത്ത് ഞാൻ കിടന്നുറങ്ങും, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്കൊക്കെ അത് വളരെ തമാശയായിട്ടുള്ള ഒരു ഇതാണ് ബേസിക് ട്രെയിനിങ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഉറക്കത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ ചായക്കോ നമ്മുടെ ഭക്ഷണത്തിനോ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ്ങിന് മാത്രമാണ്. ട്രെയിനിങ് ട്രെയിനിങ് ട്രെയിനിങ്, നമ്മുടെ ഫുൾ ടൈം ഉള്ള ഒരു അജണ്ട ഇത് മാത്രമാണ്. ട്രെയിനിങ് ട്രെയിനിങ് ട്രെയിനിങ്. പുലർച്ചെ 3 മണി 3:30 സമയങ്ങളിലൊക്കെ നമുക്ക് എണീക്കേണ്ടി വരും. അതിനുശേഷം നമ്മുടെ ഡ്രില്ലുകൾ, പരേഡ്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് കിടന്നു കഴിഞ്ഞാൽ അത് വേറൊരു സബ്ജക്റ്റ് ആണ്, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ട്രെയിനിങ് നമുക്ക് അങ്ങനെ ഏത് മേഖലയിലും നമുക്ക് ആരുടെ മുന്നിലും, ഫോർ ആൻ എക്സാമ്പിൾ, എനിക്ക് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ഇന്ത്യൻ പട്ടാളം മാത്രം തന്നിട്ടുള്ളതാണ്. അതല്ലാതെ എനിക്ക് വേറൊരു അക്കാഡമിയോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു ടീച്ചറോ തന്നിട്ടുള്ളതല്ല. എനിക്ക് ഈ ഒരു അവസരം അതല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം, കോൺഫിഡൻസ് എനിക്കെല്ലാം ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് തന്നിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ്ങിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ കോൺഫിഡൻസ്, പിന്നെ നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നമുക്ക് ഒരു 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റം, നമ്മൾക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതായത് റീസണിങ് എബിലിറ്റി. നമ്മൾ നാട്ടിലാണെങ്കിലും അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്ന് അത് നമുക്ക് എങ്ങനെ ഹൗ ക്യാൻ വി ഹാൻഡിൽ, നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ട്രെയിനിലോ നമ്മളോ ബസ്സിലോ ഫ്ലൈറ്റിലോ എവിടെയാണെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട അവസ്ഥ വന്നു, എന്തെങ്കിലും അവിടെ കാഷ്വാലിറ്റീസ്, ആർക്കെങ്കിലും ഇഞ്ചുറീസ് ആയി, അതല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസിൽ നമ്മൾ ലീവിലോ എവിടെയോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഷോർട്ട് സർക്യൂട്ട്, എനിത്തിങ്, ഫയർ ഇഷ്യൂസ്, ആക്സിഡൻസ്, എനിത്തിങ്, നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് നമുക്കത് റീസണിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. നമുക്ക് അവിടെ എന്ത് ചെയ്യണം എന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചിന്തിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ട്രെയിനിങ്ങിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയുണ്ടല്ലോ, ബൈക്കും ബുള്ളറ്റും എടുത്ത് ലേ ലഡാക്കും അല്ലെങ്കിൽ നാഗാലാൻഡും നേപ്പാളും എല്ലാം കറങ്ങുന്ന ഒരു വിഭാഗം. നമുക്ക് സ്വന്തം ചെലവില് നമ്മുടെ സർക്കാർ ചെലവില് നമുക്ക് ലേയും ലഡാക്കും സിയാച്ചിൻ ഗ്ലേസിയർ പോലെ നമ്മുടെ സിവിലിയൻസിന് കാണാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, നാഗാലാൻഡിലെ ഡിസംബറിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനും, സിയാച്ചിനിലെ -35 -40 ഡിഗ്രി തണുപ്പ് കാണാനും, ഹിമാചലും കുളു മണാലിയും ഇതെല്ലാം ഈ യൂണിഫോം ഇട്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. സോ ട്രാവലിംഗ് നമുക്ക് നമ്മുടെ ലൈഫിന്റെ ഒരു വലിയൊരു ഭാഗമാണ് ട്രാവലിംഗ്. ഇപ്പൊ നമുക്ക് ഒരു ബോർഡേഴ്സ് ഇല്ലാതെ, ഒരു അതിർത്തി ഇല്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലും ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു അവസരം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിവിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അതല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള IT, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, നമുക്ക് ബിടെക്, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള, എത്ര കാശ് കൊടുത്താലും നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം പുറത്ത് ഒരുപാട് അക്കാഡമീസിലുണ്ട്. പക്ഷെ ഇന്ത്യൻ ആർമി എന്ന ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ട്രെയിനിങ് ആണ് വെപ്പൺ ആൻഡ് ടാക്ടിക്കൽ ട്രെയിനിങ്. ആയുധങ്ങൾ, ഈ KGF സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ AK-47ഉം അതുപോലെ മെഷീൻ ഗൺസും, ഇസ്രായേലിന്റെ നെഗേവ് മെഷീൻ ഗൺസും, അല്ലെങ്കിൽ ടാങ്ക് T-72 പോലെയുള്ള ഹൈടെക് ടാങ്ക്സുകളും മിസൈൽസുകളും ന്യൂ ജനറേഷൻ മിസൈൽസുകളും, ഇതെല്ലാം ട്രെയിനിങ് ചെയ്യാനും ഇതെല്ലാം നമുക്ക് ഹാൻഡ്ലിങ് ചെയ്യാനും ഉള്ള ഒരേ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ഞാൻ പറയും ഇന്ത്യൻ ആർമി തന്നെയാണ്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, നമുക്ക് അത് വേറൊരു മേഖലയാണ്. മെഡിക്കൽ ബെനിഫിറ്റ്സ് നമുക്കും നമ്മുടെ സ്പോസസിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിലെല്ലാം അപ്പുറം നമുക്കൊരു 15 years ഓഫ് സർവീസ് അല്ലെങ്കിൽ ഒരു 20 years ഓഫ് സർവീസ് കഴിഞ്ഞാൽ നമ്മളുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ അത് അതിന്റെ വഴിക്ക് വേറെയുണ്ട്. ഇതൊക്കെയാണ് ഞാനെന്ന വ്യക്തി ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ. ഇതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടും ഉണ്ട്. സമയത്തിന്റെ പ്രശ്നങ്ങളും പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പട്ടാളക്കാരുടെ ഒരു കത്തിയായിട്ട് അത് കാണും. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഞാൻ ഒരു ഇതിലോട്ട് കിടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും പല സംശയങ്ങളുണ്ടാവും. എങ്ങനെയാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്, ഹൗ ടു ജോയിൻ ഇൻ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്.
അത് വലിയൊരു സംശയമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ജോയിൻ ചെയ്യാൻ, പക്ഷെ ആർക്കും അത് അറിയില്ല. ഞാനെന്ന ചെറുപ്പക്കാരനും 16 17 വയസ്സിലും എനിക്കും ഇത് പറഞ്ഞു തരാൻ സത്യത്തിൽ ആരും ഉണ്ടായിരുന്നു. നമുക്കൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നമുക്കൊക്കെ ബാക്കിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഗൈഡ് ചെയ്യാൻ നമുക്കൊരു സ്പ്രിങ്ങിന്റെ ഒരു സപ്പോർട്ടിന്റെ ഒരു ആവശ്യം. അത് അത് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്. അപ്പോ നമുക്ക് നമ്മളെക്കാൾ നമ്മുടെ അതേ വഴിയിൽ വരുന്ന ആളുകളാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിനിപ്പോ ഒരു സൈനികനാവണമെന്നോ പ്രത്യേകിച്ച് ഒരു ഫീൽഡിൽ ജോലി ചെയ്യണമെന്നോ ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരെ മോട്ടിവേഷൻ ചെയ്യുക. അതല്ലെങ്കിൽ ചില അച്ഛനമ്മമാർക്കുണ്ട്, എന്നോട് ഒരുപാട് മക്കളുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പട്ടാളത്തിൽ ചേരാൻ ഒരുപാട് താല്പര്യമായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് മോട്ടിവേഷൻ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ആംഡ് ഫോഴ്സസിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതിന്റെ വലിയൊരു സംശയമാണ്. അതില് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഓഫീസേഴ്സ് എൻട്രിയെ പറ്റിയിട്ടാണ്. ഇപ്പൊ നമുക്ക് പോലീസിലാണെങ്കിലും തന്നെ കോൺസ്റ്റബിൾ റാങ്ക് ഉണ്ട്. കോൺസ്റ്റബിൾ എന്ന് പറയാൻ പാടില്ല, CPO, സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഉണ്ട്. പിന്നെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് സബ് ഇൻസ്പെക്ടേഴ്സ് റാങ്ക് ഉണ്ട്. ഡയറക്റ്റ് SI ടെസ്റ്റ് എഴുതി വരുന്ന ആളുകളുണ്ട്. ഈ രണ്ട് കാറ്റഗറിയും അല്ലാതെ IPS ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഡയറക്റ്റ് IPS എക്സാം, IPS സിവിൽ സർവീസ് എല്ലാം പാസ്സായിട്ട് IPS ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഇത് മൂന്ന് കാറ്റഗറിയാണ്. സോ ഞാനിപ്പോ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾ കൺഫ്യൂസ് ആവരുത്, ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ആർമി ആംഡ് ഫോഴ്സസിൽ ഓഫീസേഴ്സിന്റെ എൻട്രിയെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതായത് NDA. ആക്ച്വലി ഇത് പൂനെയിൽ കടക്കവാസല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കോളേജിന്റെ പേരാണ് ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 പേരെയും കമ്പൈൻഡ് ആയിട്ട് ഓഫീസേഴ്സിനാകാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സാമും ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം എന്ന് പറയുന്നത്. ഇത് UPSCയുടെ അണ്ടറിലാണ് ഈ എക്സാം എല്ലാം വരുന്നത്. അപ്പൊ ഈ എക്സാം എഴുതണമെങ്കിൽ അത് വിവാഹം കഴിക്കാത്ത അൺമാരീഡ് ആയിട്ടുള്ള 16 തൊട്ട് 19 വയസ്സ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, 16 തൊട്ട് 19 വയസ്സ് വരെയുള്ള വിവാഹിതരാകാത്ത ആൺകുട്ടികൾക്കും അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില ആളുകളുടെ മനസ്സിൽ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, 16 തൊട്ട് 19 വയസ്സ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വിവാഹിതരാകാത്തത് എന്ന് എടുത്തു പറയുന്നത്? അത് എടുത്തു പറയണം. കാരണം ചില നോർത്തേൺ സംസ്ഥാനങ്ങളിലെല്ലാം ഈ 18 വയസ്സിലും 19 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ചില സ്ഥലങ്ങളും സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ അത് എടുത്തു പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിവാഹിതർ എന്ന് വീണ്ടും ഞാൻ രണ്ടാമതും പഞ്ച് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം വരുന്നത് വർഷത്തിൽ 2 തവണയായിട്ടാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഫസ്റ്റിൽ ഏപ്രിലും പിന്നെ നെക്സ്റ്റ് വരുന്നത് സെപ്റ്റംബറിലും ആയിട്ടാണ് വരുന്നത്. 16 തൊട്ട് 19 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു +1 ഒക്കെ പഠിക്കുന്ന ഏകദേശം ആ ഒരു കാലയളവായിരിക്കും. സത്യത്തിൽ നമുക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം ഇത് തന്നെയാണ്. 10ാം ക്ലാസ് +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ പോലും അറിയില്ല, അതായത് നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിന്റെ തന്നെ മിലിറ്ററിയുടെ ഒരു ഓഫീസേഴ്സ് ഒക്കെ ആവാൻ പറ്റുന്ന ഒരു എക്സാം നമ്മുടെ 16 17 വയസ്സിലൊക്കെ ഉള്ള മക്കൾക്ക് എഴുതാൻ പറ്റുന്നു. അപ്പൊ അത് നമ്മുടെ ഒരു അറിവില്ലായ്മയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് പറഞ്ഞു തരാനും ആളുകളില്ല, നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുമില്ല. അപ്പൊ ഇനി അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവരുത്. അപ്പൊ ഏപ്രിൽ പിന്നെ അതിനുശേഷം വരുന്നത് സെപ്റ്റംബറിലുള്ള എക്സാം ആണ്. സെപ്റ്റംബറിലുള്ള എക്സാം അത് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 ലെവലിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ജനറൽ നോളജ് അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. അതായത് ഒരു സിവിൽ സർവീസസ് എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം NDAയുടെ എക്സാം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ അതേ സ്റ്റേജിൽ തന്നെ നിൽക്കുന്ന അത്രയും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് ഒരു 100 പേര് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 25 പേർക്കൊക്കെയാണ് അതിനകത്ത് സെലക്ഷൻ കിട്ടുന്നത്. അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ ആ എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയതിനു ശേഷം പിന്നീട് SSB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. അതായത് SSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസ് സെലക്ഷൻ ബോർഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതൊരു ഇന്റർവ്യൂ ആണ്. അതൊരു 5 ദിവസത്തെ പ്രൊസീജിയറാണ്, ഒരു 5 ഡേയ്സിന്റെ പ്രൊസീജിയറാണ്. അപ്പൊ മാക്സിമം ആളുകൾ എക്സാം എല്ലാം ക്വാളിഫൈഡ് ആവും. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSB ഇന്റർവ്യൂവിൽ അവര് ഔട്ടായി പോകും. കാരണം ഈ SSB ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടമ്പയാണ്. അവിടെ 7 പേര് അല്ലെങ്കിൽ ഒരു 8 പേരൊക്കെ അടങ്ങുന്ന ഒരു ബോർഡാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ്, നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏത് സാഹചര്യത്തിൽ അത് ഹാൻഡിൽ ചെയ്യും,
അങ്ങനെയുള്ള നമ്മുടെ ഇന്നർ ക്വാളിറ്റീസ്, നമ്മൾ വെളുത്തതോ കറുത്തതോ, നമ്മുടെ ജാതിയോ മതമോ നമ്മുടെ റിലീജിയനോ നമ്മുടെ പൊളിറ്റിക്സോ നമ്മുടെ പാർട്ടിയോ ഇതൊന്നുമല്ല അത്. ഒരു മനുഷ്യന്റെ ഇന്നർ ക്വാളിറ്റീസ്, അവൻ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ഓഫീസർ ആവാൻ കാപ്പബിലിറ്റി അവന്റെ ഉള്ളിലുണ്ടോ എന്നുള്ള ഒരു ഇന്നർ ക്വാളിറ്റീസ് മനസ്സിലാക്കുന്ന 5 ദിവസത്തെ ഒരു ഇന്റർവ്യൂ ആണ് SSB ഇന്റർവ്യൂ. SSB ഇന്റർവ്യൂവിന് ശേഷം ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് SSB ഇന്റർവ്യൂ പിന്നെ ഒരു ഹോൾ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അങ്ങനെ ഈ മെഡിക്കൽ ചെക്കപ്പിന്റെയും പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ NDA എന്ന് പറയുന്ന ഒരു കോളേജ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന കോളേജിലോട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത് എന്ന് പറയാം. അവിടെ ആദ്യത്തെ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ബേസിക് മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് BTech അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പോലെയുള്ളതെല്ലാം നമുക്ക് ആർമി പഠിപ്പിച്ച് നമ്മുടെ 4 വർഷത്തെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആർമി ആംഡ് ഫോഴ്സസിനകത്ത്, അതല്ലെങ്കിൽ നേവിക്കകത്ത്, അതല്ലെങ്കിൽ എയർഫോഴ്സിനകത്ത്. എന്തുകൊണ്ടാണ് ഈ 3ഉം ഒരേ കോളേജിൽ പഠിച്ച് വരുന്ന ആളുകൾ എങ്ങനെ 3ഉം ഇതിലും സെപ്പറേഷൻ ആവുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ വേക്കൻസിക്ക് അനുസരിച്ച് ആർമിയിൽ ഇത്ര വേക്കൻസി, നേവിയിൽ ഇത്ര വേക്കൻസി, എയർഫോഴ്സിൽ ഇത്ര വേക്കൻസി, പിന്നെ ഈ അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്ത് ഇറങ്ങുന്ന കുട്ടികളുടെ മാർക്കിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ ആർമിയിൽ പോണോ നേവിയിൽ പോണോ എയർഫോഴ്സിലോട്ട് അവരെ പറഞ്ഞു വിടണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഗവൺമെന്റ് നിർണ്ണയിക്കുന്നത്. ഇത് 3ൽ ഏതുവാണെങ്കിലും ഓഫീസേഴ്സ് കാറ്റഗറിയിൽ തന്നെയാണ് അവരുടെ പോസ്റ്റിംഗ് വരുന്നത്. അതായത് നമ്മുടെ പോലീസിലൊക്കെ അസിസ്റ്റന്റ് കമ്മീഷണർ, ACP, SP എന്നൊക്കെ പറയുന്നത് പോലെ ആർമിയിൽ സ്റ്റാർട്ടിംഗ് റാങ്ക് ലെഫ്റ്റനന്റ് 2 സ്റ്റാർ, ക്യാപ്റ്റൻ 3 സ്റ്റാർ, അങ്ങനെ ആ കാറ്റഗറിയിലോട്ട് കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്കിലോട്ട് ആണ് പോകുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു കടമ, അതായത് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് 16 തൊട്ട് 19 വയസ്സ്. ഞാൻ ഏജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. സെക്കൻഡ്, ഈ 16 തൊട്ട് 19 വയസ്സ് വരെയുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. ടെക്നിക്കൽ എൻട്രി സ്കീം സെയിം, ഇതിന്റെയും ഏജ് കാറ്റഗറി വരുന്നത് 16 തൊട്ട് 19 വയസ്സ് തന്നെയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വെറും 12th മാത്രം മതി. 12th ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, PCM എന്ന് പറയും. ഇതിനകത്ത് ടോട്ടൽ അഗ്രിഗേറ്റ് 60% മാർക്കാണ് അവർ ആവശ്യപ്പെടുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി. പക്ഷെ ഇത് എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റൂ. പിന്നെ ഇതിൽ ഓഫീസേഴ്സ് ആയിട്ട് വരുന്നവർ ടെക്നിക്കൽ ഓഫീസേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെറും യുദ്ധവും വെടിവെപ്പും ഫൈറ്റിങ്ങും മാത്രമല്ലല്ലോ. അവിടെ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യാൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ടെക്നിക്കൽ ഓഫീസേഴ്സ് ആയിട്ടാണ് ഈ ടെക്നിക്കൽ എൻട്രി സ്കീമിൽ വരുന്നത്. ഇത് ആർമിയിൽ മാത്രമുള്ള ഒരു എൻട്രിയാണ്, നേവിക്കും എയർഫോഴ്സിനും ഇല്ല. ആർമി, നേവി, എയർഫോഴ്സിന് 3ന് ഒന്നിച്ച് എഴുതുന്ന എക്സാം NDAയുടെ എക്സാം ആണ്. ഈ ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞത് ഓൺലി ഫോർ ആർമിയാണ്. അത് 12th ക്ലാസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച് 60% മാർക്കാണ് അഗ്രിഗേറ്റ് മാർക്ക് അവർ ആവശ്യപ്പെടുന്ന ഒരു ക്രൈറ്റീരിയ വരുന്നത്. സാർ, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എല്ലാവർക്കും സാർ, മാഡം, എല്ലാവർക്കും എന്റെ സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വരുന്നത് തേർഡ് എന്ന് പറഞ്ഞാൽ CDS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്, CDS, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്നാണ് ആ എക്സാമിന്റെ പേര്. ഇത് അടുത്ത കുറച്ചും കൂടി ഏജ് കൂടുതലുള്ള ആളുകൾക്ക്, അതായത് ഇപ്പൊ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല, നീ +2 പഠിക്കുമ്പോൾ NDA എഴുതണം അല്ലെങ്കിൽ ടെക്നിക്കൽ എൻട്രി സ്കീം എഴുതണം, എനിക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, അങ്ങനെ മകന്റെ അല്ലെങ്കിൽ മോളുടെ എല്ലാം വയസ്സ് കൂടി ഒരു 19 തൊട്ട് 24 പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് CDS, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞ എക്സാം ആണ്. അതായത് 19 24 വയസ്സിന്റെയും ഇടയിൽ നമുക്ക് ഈ എക്സാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് കല്യാണം കഴിച്ചവർക്കും പിന്നെ കല്യാണം കഴിക്കാത്തവർക്കും, മാരീഡ് ആൻഡ് അൺമാരീഡ് ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഏതെങ്കിലും എനി സ്ട്രീമിലുള്ള ഗ്രാജുവേഷൻ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. സെയിം NDA പോലെ തന്നെ വർഷത്തിൽ 2 തവണയായിട്ടാണ് ഇതിന്റെ എക്സാം വരുന്നത്. അങ്ങനെ ഈ ഒരു എക്സാം സെയിം ഏപ്രിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഇതുപോലെ വർഷത്തിൽ 2 തവണയായിട്ടാണ് നമുക്ക് വരിക. ഇതിൽ ക്വാളിഫൈഡ് ആവുന്ന ആളുകൾ ഇന്ത്യയുടെ തന്നെ പല പല സ്ഥലത്തുള്ള മിലിറ്ററി ട്രെയിനിങ് അക്കാഡമികളുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ എന്നൊക്കെ പറയും. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വാരണമായിരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് സൂര്യയുടെ. കാരണം ഞാൻ ആർമിയിൽ ചേരുന്നതിന്റെ മുന്നേ ഒരു 10 തവണയെങ്കിലും ഞാൻ കണ്ടാൽ
അപ്പൊ അതിനകത്തൊക്കെ നിങ്ങളൊക്കെ പലവരും കണ്ടിട്ടുണ്ടാവും. സൂര്യ നമ്മുടെ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ ബാക്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഡെറാഡൂൺ. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ സിനിമയുടെയും സൂര്യയുടെയും കഥയെല്ലാം ഇവിടെ എടുത്തിട്ടത്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി പോലെയുള്ള അക്കാഡമി, പിന്നെ INA, ഇന്ത്യൻ നേവൽ അക്കാഡമി. നമ്മുടെ കൊച്ചിയിലുള്ള നേവൽ അക്കാഡമിയെ പറ്റി ആരൊക്കെ കേട്ടിട്ടുണ്ട്? വെന്തുരുത്തി. എല്ലാവർക്കും അറിയാം അവിടെ നേവി ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ തന്നെ നേവൽ ഓഫീസേഴ്സിനെ ട്രെയിനിങ് ചെയ്യുന്ന അക്കാഡമിയാണ് നമ്മുടെ കൊച്ചിയിൽ വെന്തുരുത്തി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവൽ അക്കാഡമി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ കേരളത്തില് നമ്മുടെ ഇന്ത്യൻ നേവി ഓഫീസേഴ്സിനെ ട്രെയിനിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡൈവിംഗ് കോഴ്സ് പോലെയുള്ള അഡ്വഞ്ചർ കോഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ അക്കാഡമിയാണ് നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാഡമി. പിന്നെ എയർഫോഴ്സ് ട്രെയിനിങ് അക്കാഡമി, അതുപോലെ തന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, ചെന്നൈ. ഇതുപോലെയുള്ള ട്രെയിനിങ് സെന്ററുകളിലാണ് ഈ CDS എന്ന് പറഞ്ഞ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞ എക്സാം പാസ്സായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആംഡ് ഫോഴ്സസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 3 കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. നമ്പർ 1 നാഷണൽ ഡിഫൻസ് അക്കാഡമി, നമ്പർ 2 ടെക്നിക്കൽ എൻട്രി സ്കീം, നമ്പർ 3 CDS, അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. ഇനി 4ാമത് വരുന്നത് ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സ് ആണ്. ഇഷ്ടം പോലെ ചാൻസസ് ഉണ്ട്. പല പേരുകളിലായിട്ട് പല രീതിയിലുള്ള പല സമയങ്ങളിൽ നടക്കുന്ന ഒരുപാട് എക്സാമുകൾ ഉണ്ട് ആംഡ് ഫോഴ്സസിലോട്ട് ജോയിൻ ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അറിവുകളില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മക്കൾ ഇപ്പോഴും ആംഡ് ഫോഴ്സസ് പോലെയുള്ള വലിയ ഒരു മേഖലയിൽ കയറാനായിട്ട് ഇപ്പോഴും ബാക്കിൽ നിൽക്കുന്നത്. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. 4ാമത് ഞാൻ പറയുന്നത് ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സാണ്. ഇത് കുറച്ചും കൂടി ഏജ് ഓവർ ആയിട്ടുള്ള ആളുകൾക്ക്, 20 തൊട്ട് 27 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക്. ഇത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കമ്പൽസറി ആണ്. ഇതിന്റെ പേരും അങ്ങനെയാണ്, ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സ്. ഏതെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് BTech കംപ്ലീറ്റ് ആയിട്ടുള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എക്സാമിന്റെ ആവശ്യമില്ല. അതായത് എഴുത്തു പരീക്ഷകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ SSB ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടി എളുപ്പത്തിൽ പറയുവാണ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് എന്റെ വയസ്സ് 20ന്റെയും 27ന്റെയും ഇടയിലാണ്. അതല്ലെങ്കിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എന്റെ വയസ്സ് 20ന്റെയും 27ന്റെയും ഇടയിലാണെങ്കിൽ എനിക്ക് ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സിന് എനിക്ക് അറ്റൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ അതിനുള്ള എക്സാമിന് നമുക്ക് പങ്കെടുക്കാം. എക്സാം മീൻസ് റിട്ടൺ എക്സാം അവിടെ ഇല്ല. ഓൺലി SSB ഇന്റർവ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സർവീസസ് സെലക്ഷൻ ബോർഡിന്റെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന സൈക്കോളജിക്കലും അല്ലെങ്കിൽ ഇന്റലിജൻസും റീസണബിൾ ടെസ്റ്റും എല്ലാം പറയപ്പെടുന്ന ഇന്റർവ്യൂ ആണ്. ഈ SSB ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ, ഒരു വാസ്റ്റ് ഒരു സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കാൻ പറ്റും. SSB ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കാൻ പറ്റും. അത് വലിയൊരു മേഖലയാണ്. കാരണം നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, അതല്ലെങ്കിൽ ഐ ആം ഫുള്ളി ടാലന്റഡ്, എനിക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, ഞാൻ ഏത് ആളുകളുടെയും മുന്നിൽ നന്നായിട്ട് ലാംഗ്വേജിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പോലും SSB ഇന്റർവ്യൂവിൽ ഫെയിലാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന, നമ്മളുടെ എല്ലാം അത്രയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സർവീസ് ചെയ്ത നമ്മുടെ ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാഹിബ്. അദ്ദേഹം ഒരു SSB ഇന്റർവ്യൂവിൽ ഔട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. SSB ഇന്റർവ്യൂവിൽ അദ്ദേഹം ഔട്ട് ആയതിനു ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അദ്ദേഹം SSB ഇന്റർവ്യൂവിൽ ഔട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം എവിടെ എത്തി? ഇന്ത്യയുടെ പ്രസിഡന്റായി. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ടോട്ടൽ തലവൻ, പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രസിഡന്റായി ഭാവിയിൽ വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് SSB എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടമ്പയാണ്. അത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണരുത്. ഇന്ന് നാട്ടിൽ തന്നെ ഒരുപാട് അക്കാഡമീസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് SSB ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട്. ഗുരുകുല അക്കാഡമി, പൂനെ, ഡൽഹി, ഭോപ്പാൽ, ഇഷ്ടം പോലെ അക്കാഡമീസ് ഉണ്ട്. അവിടെ എല്ലാം 30 ദിവസം 40 ദിവസത്തെ എല്ലാം ക്രാഷ് കോഴ്സുകളെല്ലാം ഈ SSB ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് നടക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് അധികം ആളുകൾക്ക് ആർക്കും അറിയാത്ത ഒരു എൻട്രിയെ പറ്റിയാണ്. NCC സ്പെഷ്യൽ എൻട്രി എന്ന് പറയും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, NCC സ്പെഷ്യൽ എൻട്രി. നമ്മുടെ നാട്ടിലെല്ലാം ആളുകൾക്ക് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ട്. NCCയിൽ പോകുന്നത് പൊറോട്ടയും കോഴിമുട്ടയും കഴിക്കാനാണ്. ഞങ്ങളുടെ വീടിന്റെ അവിടെയും കുറെ കുട്ടികളുണ്ട് NCC പോകുന്നത് കോഴിമുട്ട പുഴുങ്ങിയതും പൊറോട്ട കിട്ടും എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ആക്ച്വലി ആ NCC എന്ന് പറഞ്ഞാൽ, നാഷണൽ കാഡറ്റ് കോർപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജൂനിയർ ലീഡേഴ്സിനെ ഫർണിഷ് ചെയ്ത് എടുക്കുന്ന ഒരു വിഭാഗമാണ്.
ഒരു ഒരു ബ്രാഞ്ചാണത്. NCCയിൽ ഉള്ള കുട്ടികൾ, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്ക് ഏത് സാഹചര്യത്തിലും സർവീസ് ചെയ്യാനും, ഏത് സാഹചര്യത്തിലും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും വീടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ ഫുള്ളി സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള കുട്ടികളാണ് ഈ NCC കുട്ടികൾ. അതിലെല്ലാവരും പൊറോട്ടയും മുട്ടയും കഴിക്കാൻ വരുന്നവർ മാത്രമല്ല. അപ്പൊ ഈ NCC സ്പെഷ്യൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമുണ്ട്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ്. വളരെ എളുപ്പത്തിൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം കൂടിയാണ് NCC സ്പെഷ്യൽ എൻട്രി സ്കീം. ഇതിന്റെ ഏജ് ലിമിറ്റ്സ് വരുന്നത് 19 തൊട്ട് 25 വയസ്സിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്സ് വരുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ഹോൾഡേഴ്സിന് കുറച്ചും കൂടി മുൻഗണനയുണ്ട്. അപ്പൊ എന്താണ് ഈ C സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, NCCക്കകത്ത് A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സാമുകളുണ്ട്. ഈ C സർട്ടിഫിക്കറ്റിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അത് ഗ്രാജുവേഷൻ എൻട്രിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. NCC വെറും എക്സാമുകളും കാര്യവും മാത്രമല്ല, നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് പോലെയുള്ള, ആർമി ഡേ പരേഡ് പോലെയുള്ള പരേഡുകളെല്ലാം പങ്കെടുത്ത, ആ പരേഡുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് NCCയുടെ വോളണ്ടിയേഴ്സ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ മെഡലും സർവീസ് മെഡലും എല്ലാം മേടിച്ചിട്ടുള്ള ഒരുപാട് NCC വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് പോകാൻ പറ്റുന്ന ഒരു സ്കീമാണ് NCC സ്പെഷ്യൽ എൻട്രി സ്കീം. ഇതിനകത്ത് 50% ആണ് അവർ മാർക്ക് ആവശ്യപ്പെടുന്നത്. പിന്നെ ഗ്രാജുവേഷൻ ഏതെങ്കിലും BA, BCom, എനിത്തിങ്, ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം. ഇതിനും എക്സാമിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് SSB ഇന്റർവ്യൂ ആണ്. അപ്പൊ SSB ഇന്റർവ്യൂവിൽ NCC കുട്ടികൾ മാക്സിമം കയറി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറമേയിൽ നിന്ന് ഒരു ബിടെക്കോ സാധാരണ ഒരു ഡിഗ്രിയോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഡയറക്റ്റ് SSBയിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് SSBയെ പറ്റി യാതൊരു ഇൻഫോർമേഷനും ഉണ്ടാവില്ല. അവിടെ എന്താണ്, എല്ലാവരുടെയും ധാരണ പോലെ നല്ല ഫോർമൽ ആയിട്ടുള്ള വൈറ്റ് ഷർട്ടും അല്ലെങ്കിൽ ടൈയും എല്ലാം കെട്ടി നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് പോയി കുറച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാം എന്നുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ ആക്ച്വലി അതൊന്നും അല്ല അവിടെ വരുന്നത്. അപ്പൊ ഈ NCC കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സാധ്യതകൾ കൂടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഓൾറെഡി NCCയിൽ സർവീസ് ചെയ്തതുകൊണ്ട് അവർക്ക് ആർമിയെ പറ്റിയും നേവിയെ പറ്റിയും എയർഫോഴ്സിനെ പറ്റിയും ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഡിസിപ്ലിൻ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതല്ലെങ്കിൽ അവിടെ ഒബ്സ്റ്റാക്കിൾസ്, ഫിസിക്കൽ എൻഡ്യൂറൻസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ യൂണിഫോം കോഡ്സ്, ഇതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് കുറെയൊക്കെ ഓൾറെഡി അവർക്ക് അതിനെ പറ്റിയിട്ട് നോളേജ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് SSB ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്കലി ആർമിയിൽ ഓഫീസേഴ്സ്, ആർമി, നേവി അതല്ലെങ്കിൽ എയർഫോഴ്സിൽ ഓഫീസേഴ്സ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ സാധ്യതകൾ, അതല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള എക്സാമുകൾ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ 5 എണ്ണമാണ് ഉള്ളത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു: നാഷണൽ ഡിഫൻസ് അക്കാഡമി, ടെക്നിക്കൽ എൻട്രി സ്കീം, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്, ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സ്, ദെൻ ലാസ്റ്റ് NCC സ്പെഷ്യൽ എൻട്രി. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻട്രി, സ്പെഷ്യൽ ആയിട്ടുള്ള 2 എൻട്രി ആർമിക്കകത്തുണ്ട്, ആർമഡ് ഫോഴ്സസിനകത്തുണ്ട്. അത് പല ആളുകൾക്കും നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അതിൽ ആദ്യത്തെ എൻട്രിയാണ് JAG എന്ന് പറയും, JAG, ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. J ഫോർ ജഡ്ജ്, A ഫോർ അഡ്വക്കേറ്റ് ആൻഡ് G ഫോർ ജനറൽ. അതായത് ആംഡ് ഫോഴ്സസിനകത്ത് തന്നെ നമ്മുടെ കോർട്ട് മാർഷ്യൽസ്, അതല്ലെങ്കിൽ നമ്മുടെ കേസുകൾ, നമ്മുടെ വിചാരണകൾ എല്ലാം ചെയ്യുന്ന അഡ്വക്കേറ്റ്സിന്റെ വിഭാഗമാണ് JAG എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ JAG എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രിയിലോട്ടും കയറാൻ വളരെ എളുപ്പമാണ്. കാരണം LLB ആണ് അതിന്റെ യോഗ്യത. LLB ഡിഗ്രി വേണം. അതിന് 55% കൂടിയിട്ട് ഓവറോൾ മാർക്കിൽ പാസ്സായവരായിരിക്കണം. പിന്നെ രജിസ്റ്റേർഡ് ആയിട്ട് നമ്മുടെ ബാർ കൗൺസിലിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പൊ ഈ LLB കഴിഞ്ഞ മാക്സിമം ആളുകൾക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ ധാരണകൾ ഉണ്ടാവില്ല, സത്യത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ പോലും ആർമിക്കകത്ത് വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ എൻട്രീസ് ഉണ്ട് ആർമിക്കകത്ത് എന്ന് സത്യത്തിൽ ഞാൻ പോലും മനസ്സിലാക്കിയത്. അപ്പോൾ അഡ്വക്കേറ്റ്സിന്, LLB കഴിഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ്സിന് 21-ന്റെയും 27 വയസ്സിന്റെയും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഒരു ഭാഗമായിട്ട് അവരും പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആയിട്ട് അവർക്കും ജോലി ചെയ്യാൻ സാധിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു ഓപ്ഷൻ ഉണ്ട്, RTJCOs എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിലീജിയസ് ടീച്ചേഴ്സ് എന്ന് പറയും. ആർമിക്കകത്തും നേവിക്കകത്തും എയർഫോഴ്സിനകത്തെല്ലാം മതപണ്ഡിതർ ഉണ്ട്. നമ്മുടെ മുസ്ലിം റിലീജിയൻസിന്റെ ഉസ്താദ്, അതല്ലെങ്കിൽ പള്ളിയിൽ ഇമാമക്കായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹിന്ദുസിന്റെ പൂജാരികള്, ക്രിസ്ത്യൻസിന്റെ പള്ളിയിലച്ചന്മാര്, നമ്മുടെ സിഖ് ധർമ്മം ഉള്ള ആളുകളുടെ അവർ ഗുരു എന്നാണ് പറയുക, അവരുടെ ഗുരു, അങ്ങനെയുള്ള
ആളുകൾക്ക് കൂടെ ആംഡ് ഫോഴ്സസിൽ എൻട്രി ഉണ്ട്. ഇത് സത്യത്തിൽ ഒരു 85% ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു നോളജും ഉണ്ടാവില്ല. ഉസ്താദുമാരും നമ്മുടെ നാട്ടിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന ഉസ്താദുമാർക്കൊക്കെ പട്ടാളത്തിൽ സർവീസ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും സർവീസ് ചെയ്യാൻ പറ്റും. ഉസ്താദുമാർക്കും പൂജാരിമാർക്കും പള്ളിയിലച്ചന്മാർക്കും എല്ലാം RTJCOs, റിലീജിയസ് ടീച്ചേഴ്സ് JCOs എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി ഉണ്ട് ആർമിക്കകത്ത്. പക്ഷെ അത് മിനിമം യോഗ്യത അവരുടെ ഗ്രാജുവേഷൻ ആണ്. പിന്നെ അതാത് റിലീജിയൻസിൽ, ഇപ്പോൾ മുസ്ലിംസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, അതാത് റിലീജിയൻസിൽ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ഡിഗ്രി ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു എൻട്രി കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ ഓഫീസേഴ്സിന്റെ എൻട്രീസിനെ പറ്റിയിട്ടാണ്. ഇനി ഞാൻ വരുന്നത് സാധാരണ പട്ടാളക്കാർ, അതായത് ജവാന്മാർ. ആ ജവാന്മാരുടെ എൻട്രീസിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. അത് ഒരേ ഒരു എൻട്രിയേ ഉള്ളൂ. അതായത് നമ്മുടെ പോലീസിൽ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുന്നത് പോലെ പട്ടാളത്തിൽ സോൾജിയേഴ്സ് ഇൻ ദി ആർമി ഈസ് എ സോൾ ഓഫ് അവർ കൺട്രി ആൻഡ് സോൾജിയേഴ്സ് ആർ ഇറ്റ്സ് ഐഡന്റിറ്റി എന്നാണ്. അതായത് സൈന്യം ദേശത്തിന്റെ പ്രതിച്ഛായും പിന്നെ സൈനികർ അതിന്റെ ആത്മാക്കളും എന്നൊക്കെ ഞങ്ങൾ പട്ടാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ ജവാന്മാരില്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് ഇല്ല. കാരണം വെറും ഓഫീസേഴ്സുമാരെ കൊണ്ട് മാത്രം ഒരിക്കലും ആംഡ് ഫോഴ്സസ് നീങ്ങി പോകത്തില്ല. അപ്പൊ ജവാന്മാർ ആംഡ് ഫോഴ്സസിന്റെ ബാക്ക് ബോൺസ് ആണ്. അപ്പൊ ഈ ജവാന്മാർക്ക് എൻട്രി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എൻട്രി ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +2 സയൻസ് അതല്ലെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എല്ലാം കഴിഞ്ഞവർക്ക് 18 തൊട്ട് 23 വയസ്സിന്റെ ഇടയിലായിരുന്നു അവരുടെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. അത് ഓപ്പൺ റിക്രൂട്ട്മെന്റ് റാലിയാണ്. ഇന്ന് അതേ സംഭവം ജൂൺ 2022 തൊട്ട് അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിപത്ത് എന്ന സ്കീമിൽ ഇപ്പോൾ ഗവൺമെന്റ് അതൊന്ന് റീഫർണിഷ് ചെയ്തെടുത്തു. അതിനകത്തും വരുന്നത് +2 ആണ് അതിന്റെ മിനിമം യോഗ്യത. അതിന്റെ ഏജ് ലിമിറ്റേഷൻസ് വരുന്നത് 17 തൊട്ട് 23 വയസ്സിന്റെ ഉള്ളിലാണ്. 17 തൊട്ട് 23 വയസ്സിന്റെ ഉള്ളിലാണ് അതിന്റെ യോഗ്യത. മിനിമം SSLC +2. ഇതിൽ SSLC മാത്രം ആണ് യോഗ്യതയെങ്കിൽ അവർക്ക് ജനറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അപ്പൊ ചോദിക്കുക, എന്താണ് ജനറൽ ഡ്യൂട്ടി? ജനറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ നമ്മുടെ കാവല് നിൽക്കുന്ന സെൻട്രീസ് പോലെയുള്ള ഡ്യൂട്ടീസിനെയാണ് ജനറൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി +2 സയൻസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ടെക്നിക്കൽ സോൾജിയർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമുണ്ട്. പട്ടാളത്തിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള സോൾജിയേഴ്സ് ഉണ്ട്. റഡാർ അല്ലെങ്കിൽ ടാങ്ക്, നമ്മുടെ മിസൈൽസ് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചേഴ്സ്, പിന്നെ കമ്പ്യൂട്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം റിപ്പയർ ചെയ്യുന്ന, ഇതെല്ലാം ഇൻസ്പെക്ഷൻ ചെയ്യുന്ന, അതല്ലെങ്കിൽ ഇതെല്ലാം അസംബ്ലിംഗ് ചെയ്യുന്ന ഒരുപാട് വിഭാഗങ്ങൾ. അതെല്ലാം ടെക്നിക്കൽ സോൾജിയേഴ്സിനാണ് വരുന്നത്. അവരുടെ ഇത് വരുന്നത് ക്വാളിഫിക്കേഷൻ ആവശ്യമായി വരുന്നത് +2 സയൻസ് ആണ്. ഇനി +2 സയൻസ് എടുത്ത് പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾ, ഇതൊന്നും അറിയില്ല എല്ലാവർക്കും. ചില കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയും. അതുകൊണ്ട് പറയും, മോനെ നീ +2 സയൻസ് എടുത്ത് പഠിച്ചാൽ മതി, ഇങ്ങനെയുള്ള മേഖലകൾ ഉണ്ടെന്ന് പറയും. അപ്പൊ +2 ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് എന്തായാലും ഈ ടെക്നിക്കൽ സോൾജിയറിന്റെ ഇതിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അവർക്ക് ജനറൽ ഡ്യൂട്ടിയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോ +2 ബയോളജി എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിനകത്തുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ്. ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിലെ ആർമി മെഡിക്കൽ കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ആർമഡ് ഫോഴ്സസിനെ എല്ലാം മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നാൽ, കാഷ്വാലിറ്റീസ് വന്നാൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, നഴ്സിംഗ് ഓഫീസേഴ്സ്, ഇവരെല്ലാം വരുന്നതാണ് ആർമി മെഡിക്കൽ കോർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം. അതിന്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. അപ്പൊ ആംഡ് ഫോഴ്സസിന്റെ ആർമി മെഡിക്കൽ കോറിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞത് +2 സയൻസ് എടുത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധാ സോൾജിയേഴ്സിന്റെ എൻട്രി വരുന്നത്. ഇവരെങ്ങനെ ഇതിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യാം എന്നുള്ളത് ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ ഭൂമി, അതല്ലെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രം വഴി നോട്ടിഫിക്കേഷൻ, നമുക്ക് ഇന്നത്തെ കാലത്ത് വാട്സപ്പിൽ എല്ലാം നോട്ടിഫിക്കേഷൻസ് വരും. ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലി കോഴിക്കോട് വെസ്റ്റ് ഹില്ലുണ്ട്, ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലി അതല്ലെങ്കിൽ കണ്ണൂരുണ്ട് എന്നൊക്കെ നമുക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ റിക്രൂട്ട്മെന്റ് വരുന്ന സമയത്ത് അക്ഷയ കേന്ദ്രം വഴി നമ്മൾ ആ റിക്രൂട്ട്മെന്റിന് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ SSLC +2 അതിന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാം CTC കോപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടും. ആ ഹോൾ ടിക്കറ്റുമായിട്ട് അവർ പറയുന്ന സമയത്ത് എന്നാണോ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്, ആ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തണം. ചില സമയങ്ങളിൽ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും, ഫിസിക്കൽ ടെസ്റ്റ് നടത്തും. നോട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ ടെസ്റ്റ് നടത്തും. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1600 മീറ്റർ, അതായത് 1 കിലോമീറ്ററും 600 മീറ്ററും 4 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ ഓടണം. പിന്നെ അതിനുശേഷം നമ്മുടെ ചിന്നപ്പ് എന്നൊക്കെ പറയും. നമ്മൾ ഈ കമ്പിയിൽ ഇങ്ങനെ ചിന്നപ്പ് ചെയ്യുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ചിന്നപ്പ്, ബാലൻസ് ചെയ്യുന്ന വാക്കിംഗ്, ഹൈ ജമ്പ്, അങ്ങനെ കുറച്ച് ഫിസിക്കലിന്റെ കുറച്ചൊരു 4-5 ഐറ്റംസ് ഉണ്ട്. അത് കുറച്ച് ടഫാണ്. അതിന് നിരന്തരമായിട്ട് ചിട്ടയായിട്ട് ഫിസിക്കൽ പരിശീലനം ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ.
കാരണം ഇന്നത്തെ കാലത്ത് ഒരാൾ രാവിലെ ഓടാൻ പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മലയാളികളുടെ, എന്താ ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ എന്താ കൊളസ്ട്രോൾ ഉണ്ടോ? ഇപ്പൊ മലയാളികളുടെ പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഷുഗറും കൊളസ്ട്രോളും വന്നാൽ മാത്രമേ ഓടാൻ പോകുള്ളൂ. അതല്ല. ആർമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനകത്ത് ഏറ്റവുമായിട്ട് നമുക്ക് നമ്പർ 1 ബെനിഫിറ്റ് കിട്ടുന്നത് ആക്ച്വലി നമ്മുടെ ഫിറ്റ്നസ് ആണ്. നമ്പർ 1 നമ്മുടെ ഫിറ്റ്നസ് ആണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ചിട്ടയായിട്ട് പരിശീലനം ചെയ്തിട്ടുള്ള ഒരു കുട്ടികൾക്ക് മാത്രമേ ഈ ആർമിയുടെ ഫിസിക്കൽ പാസ് ആവാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ ആർമി എന്ത് ചെയ്യും, ഫസ്റ്റ് എക്സാം നടത്തും. ഇപ്പൊ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്, ആകെ 500 വേക്കൻസിയേ ഉള്ളൂ. 5000 പേര് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇവർ കോമൺ എൻട്രൻസ് എക്സാം നടത്തും. അങ്ങനെ കോമൺ എൻട്രൻസ് എക്സാം നടത്തി അതിന്റെ കട്ട് ഓഫ് മാർക്ക് ഇവർ കുറച്ച് കൂട്ടി അങ്ങ് വെക്കും. അപ്പൊ അതിൽ ഒരു 5000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 2500 പേര് അതിനകത്ത് ഔട്ടായി പോകും. ബാക്കി 2500 പേര് പാസ്സായവർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവർ നേരെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ചെയ്യും. ആ 2500 ചിലപ്പോൾ ഫിസിക്കലിന് ചെന്ന് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ 200 പേരോ 300 പേരൊക്കെയാണ് ഫിസിക്കൽ പാസ്സായി വരുള്ളൂ. അത്രയും ടഫാണ്. നിങ്ങൾക്ക് ഇതെല്ലാം യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കാം. ആർമി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, ആർമി റിക്രൂട്ട്മെന്റ് റാലി. ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം യൂട്യൂബിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ കാലത്ത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ആദ്യം എക്സാം ആണെങ്കിൽ എക്സാം, അല്ലെങ്കിൽ ഫിസിക്കൽ, അതല്ലെങ്കിൽ ആദ്യം ഫിസിക്കൽ നടത്തും, ഏറ്റവും അവസാനം എക്സാം വയ്ക്കും. ഇതൊന്നും ഈ 2 ടെസ്റ്റുകളും അല്ലാതെ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻസും പിന്നെ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഈ മെഡിക്കൽ എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഓഫീസേഴ്സ് എൻട്രി ആണെങ്കിലും സാധാരണ ജവാന്റെ എൻട്രി ആണെങ്കിലും നമ്മുടെ തലയുടെ മുടി തൊട്ട് നമ്മുടെ കാല് വരെ ഉള്ള എല്ലാ ഭാഗവും പക്കയായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ കണ്ണ് 6x6 ആയിരിക്കണം, മൂക്കിന് വളവുണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ പല്ല്. പിന്നെ അപ്പൊ ചോദിക്കും, ഈ പട്ടാളത്തിൽ പോകുന്നവർക്ക് എന്തിനാണ് പല്ലിന് ഇത്ര സൗന്ദര്യം? ആക്ച്വലി പല്ലിന്റെ സൗന്ദര്യം അല്ല അവിടെ നോക്കുന്നത്. ഈ മൈനസ് ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവി, പല്ല് ഇതൊന്നും പക്കയായിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം പല്ലിന്റെയും ചെവിയുടെ ഒക്കെ വേദന വളരെ കഠിനമായിട്ടുള്ള വേദനയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്വയം അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചെങ്കിലല്ലേ നമുക്ക് നമ്മുടെ രാജ്യത്തിന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ കൈകൾക്ക് വളവുണ്ടാവാൻ പാടില്ല, കാലിന് വളവുകൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേറെ കുറച്ച് രോഗങ്ങളുണ്ടല്ലോ, പൈൽസ് പോലെയുള്ള, ഹൈഡ്രോക്സിൽ പോലെയുള്ള അങ്ങനത്തെയുള്ള ഇന്നർ പ്രശ്നങ്ങള്, പിന്നെ നമ്മുടെ തണ്ടലിന് വളവ്. അങ്ങനെ ഒരു വളരെ നല്ല രീതിക്കുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് തന്നെയാണ് ഓഫീസേഴ്സിന്റെ എൻട്രി ആണെങ്കിലും ജവാന്മാരുടെ എൻട്രി ആണെങ്കിലും നമ്മുടെ പട്ടാളം ചെയ്യുന്നത്. ആ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ചെയ്യുന്ന വിഭാഗം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ AMC, ആർമി മെഡിക്കൽ കോർ. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആണ്. ആർമിയിൽ മെഡിക്കൽ ഇത് ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം ആർമി മെഡിക്കൽ കോർ എന്നാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജവാന്മാർക്ക് ഉള്ള എൻട്രി വരുന്നത്. പക്ഷെ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം വന്നപ്പോൾ പല ഉദ്യോഗാർത്ഥികളും അതല്ലെങ്കിൽ പല രക്ഷിതാക്കളും ഗവൺമെന്റിനെ കുറ്റം പറയലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, അഗ്നിവീർ നല്ലൊരു സ്കീമാണ്. അത് അഗ്നിവീറില് എല്ലാ പട്ടാളക്കാരുടെയും പെൻഷനോ കാര്യങ്ങളോ ഒന്നും നിർത്തിയിട്ടോ ഒന്നുമില്ല. എനിക്കൊക്കെ പെൻഷനുണ്ട്, ഞങ്ങൾക്കൊക്കെ പെൻഷനുണ്ട്, ഇനി വരാൻ പോകുന്നവർക്കും പെൻഷനുണ്ട്. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണ്, നിങ്ങൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരുവാണ്. അപ്പൊ അഗ്നിവീർ എന്ന് പറഞ്ഞ സ്കീം ഒരിക്കലും ഒരു മോശം സ്കീം അല്ല. കാരണം 4 വർഷം നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മൾ സേവിക്കുന്ന സമയത്ത് ഒരു സൈനികന് കിട്ടേണ്ട എല്ലാ രീതിയിലുള്ള അംഗീകാരം അവന് കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ട്രാവലിംഗ് ഫെസിലിറ്റി ഉണ്ട്, നമ്മൾ യൂണിഫോംസ് കാര്യങ്ങൾ തൊട്ട് എല്ലാം കിട്ടുന്നുണ്ട്, മാസം സാലറി കിട്ടുന്നുണ്ട്. ആ 4 വർഷത്തിനുള്ളിൽ അവന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സൈനികന് കിട്ടേണ്ട എല്ലാ ബഹുമതികളും അവന് കിട്ടുന്നുണ്ട്. ഇനി 4 വർഷം അവൻ സർവീസ് ചെയ്തു, അവന് വീണ്ടും തുടരാനുള്ള ഓപ്ഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആ 4 വർഷത്തെ നമ്മുടെ സർവീസിന്റെ റെക്കോർഡ് പോലെ ഇരിക്കും. ആ 4 വർഷം നമ്മൾ നല്ല രീതിക്ക് നമ്മളെ സർവീസിൽ നമ്മുടെ പോസിറ്റീവായി നല്ല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതല്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട, അയ്യോ എനിക്ക് പട്ടാളം മടുത്തു, പുറമേന്ന് വയറനായരും അല്ലെങ്കിൽ ഹൃതിക് റോഷന്റെ ലക്ഷ്യ സിനിമ കാണുന്ന പോലെ അകത്ത് വേറെ സ്കീമാണ്, എനിക്ക് മതിയായി എന്നുള്ളവർക്ക് ഒരു ഓപ്ഷനാണ് 4 വർഷം എന്താണ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസിപ്ലിൻ, സെൽഫ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ്, ഇതെല്ലാം നമുക്ക് ആ ഒരു 4 വർഷത്തിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്ക് അത് കണ്ടിന്യൂ ചെയ്തിട്ട് റെഗുലർ ആർമി സർവീസിലോട്ട് കൺവേർട്ട് ആവാം. അതല്ലെങ്കിൽ അവർക്ക് 4 വർഷം കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത തുക കിട്ടും.
അവർക്ക് വീണ്ടും അവരുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ലീവ് ടു സ്മൈൽ പോലെയുള്ള ഒരുപാട് നല്ല നല്ല അക്കാഡമികൾസ് ഒക്കെ ഉള്ളപ്പോൾ വീണ്ടും തുടർ പഠനത്തിന് യാതൊരു ടെൻഷനും ഇല്ല എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പൊ വീണ്ടും പഠിക്കാൻ ആ കുട്ടികൾക്ക് വീണ്ടും സാധിക്കും. പിന്നെ ഇനി പഠിക്കേണ്ട, എനിക്ക് വല്ല ബിസിനസ് തുടങ്ങിയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അവരുടെ കയ്യിൽ ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് ആ 4 വർഷത്തിൽ കിട്ടും. ഇന്ന് 17 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുന്നത്? അല്ലെങ്കിൽ എല്ലാ പഠിക്കുന്ന കുട്ടികളല്ല, ആ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആർമി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ കൺട്രി, നമ്മുടെ ലോകത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. ചൈനയിലും അതുപോലെ തന്നെ US-ൽ, ഫ്രാൻസിൽ, ഇംഗ്ലണ്ടിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ആർമി വരുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ കുറെ അവിടെ ട്രെയിൻ കത്തിക്കും, കുറെ ബസ് കത്തിക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വരുമ്പോഴും നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് അന്വേഷിക്കുക, അതിനെപ്പറ്റി നമ്മൾ ഉള്ളിരുത്തി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ അതിന്റെ നല്ല വശവും ചീത്തവശവും മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളത് വേണ്ട എന്ന് ഒരാളെയും നമ്മൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തരുത്. എല്ലാവരുടെയും മേഖലകളും എല്ലാവരുടെയും ചിന്താഗതിയും പല രീതിക്കാണുള്ളത്. ഇപ്പോൾ ഞാനെന്ന ചെറുപ്പക്കാരൻ ഒരു 16 വയസ്സിൽ എന്നോട് വന്നിട്ട് പൈലറ്റ് ആവാൻ പൊക്കോ, നിന്നെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. കാരണം എന്റെ തലച്ചോറിലും എന്റെ മനസ്സിലും മുഴുവൻ ആർമി എന്ന് പറയുന്ന ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പൈലറ്റ് ആവാൻ പോകില്ല. അപ്പൊ പൈലറ്റ് ആവാൻ പോകുന്ന ഒരുത്തനോട് നിർബന്ധമായിട്ടും പട്ടാളത്തിൽ പോകണമെന്ന് പറഞ്ഞ് അവനെ ചവിട്ടിയിട്ട് വിട്ടിട്ടും കാര്യമില്ല, അവൻ പോകത്തില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് നോട്ട് എ പ്രൊഫഷൻ, ഇതൊരു പാഷനും കൂടിയാണ്. അപ്പൊ ഈ പാഷനും കൂടി ഉള്ളവർക്കാണ് ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ സർവീസ് ചെയ്യാനുള്ള സാധ്യതകൾ ഒക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ സമയത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിതിങ്ങനെ കുറച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഒരിക്കലും ചോദിക്കാതിരിക്കരുത്, ധൈര്യമായിട്ട് ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സംശയമുണ്ട്. എന്താണ് സാർ? സംശയമുണ്ട്. ഒരു സംശയമല്ല, നമ്മുടെ സെക്കൻഡ് എക്സാമിന്റെ പറഞ്ഞല്ലോ, CDS. സെക്കൻഡ് ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ എൻട്രി സ്കീം ആയിരുന്നു, TES. അതല്ല, TES അല്ല, CDS, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. CDS. അതില് +2 ആണ് യോഗ്യത. അതുപോലെ തന്നെ 60% ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതിനെ വരുന്ന യോഗ്യത ഗ്രാജുവേഷൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത വരുന്നത് CDS. അതപ്പോ സാറ് മറ്റേ ടെക്നിക്കലിന്റെ പറഞ്ഞില്ലേ, ടെക്നിക്കലിന്റെ പറഞ്ഞില്ലേ? ടെക്നിക്കൽ എൻട്രി സ്കീംസ് ആണ് 12th ഫിസിക്സ് കെമിസ്ട്രിയിൽ ടോട്ടൽ 60%, 60% മാർക്കോട് കൂടിയിട്ട് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. 16 തൊട്ട് 19 വയസ്സ് വരെയുള്ള കുട്ടികൾ, ആൺകുട്ടികൾക്ക്. ഫിസിക്ക് ആവശ്യമുണ്ടോ? ഫിസിക്കിന്റെ, അതായത് ഈ ആർമിയിൽ ഓഫീസേഴ്സ് ആയിട്ട് ഉള്ള എൻട്രിക്ക് ഒന്നും ഫിസിക്കലിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് നിങ്ങൾ എഴുത്തു പരീക്ഷേനെയും SSBനെയും പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അത് ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും പട്ടാളം അവരെ ആക്കിയെടുത്തോളും. അത് ധൈര്യമായിട്ട് ഗ്യാരണ്ടി ആണത്. SSB ഇന്റർവ്യൂ, എക്സാമും SSB ഇന്റർവ്യൂ. ഹലോ സാർ. എന്തെങ്കിലും സാർ, എന്റെ അതേ പേരില്ല ഒരു സാറെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമായി. ഞാൻ രമേശാണ്. കാരണം ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ട്രൈ ചെയ്താണ്, പിന്നെ അപരിചിതം കിട്ടിയില്ല. എന്നാലും അതേ പേരിൽ ഒരാള് മുന്നിൽ നിന്ന് പെട്ടെന്ന് കണ്ടപ്പോ, വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ വളരെയധികം സന്തോഷമുണ്ട്. സാർ, ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സമയമില്ല, എന്നാലും ഞാൻ പറയുവാണ്, പെട്ടെന്ന് പറയാണ്. സാർ, നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടുകാർക്കോ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആർമിയിലാവണമെന്നൊന്നുമില്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കച്ചറയുടെ പുറത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്ത് കച്ചറയിലിട്ടാലും നിങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സാർ അതിൽ വിഷമിക്കരുത് ഒരിക്കലും. തീർച്ചയായും. അപ്പോ നമ്മളെ ഈ ക്ലാസ്സില് വന്ന് നമ്മളെല്ലാ കൂട്ടുകാർക്കും നന്ദി റമീസ് സർ, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അഗ്നിവീർ യുവാക്കളുടെ തൊഴിൽ സുരക്ഷ എന്ന സ്വപ്നത്തെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? ആഫ്റ്റർ 5 years ഈ പറയുന്ന 75% ഉദ്യോഗാർത്ഥികളുടെ ഭാവി എന്താകും? ആ വ്യക്തി ആരാന്ന് എനിക്കറിയില്ല. ആളൊരു ചാറ്റ് ബോക്സിൽ ഇട്ട മെസ്സേജ് ആണ്. അതാണ് ഞാൻ സാറിനോട്.
നോ പ്രോബ്ലം. ഞാൻ എനിക്കറിയാം അഗ്നിവീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മൈനസും നെഗറ്റീവും പോസിറ്റീവും വരുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ പോസിറ്റീവ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അഗ്നിവീർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഈ സ്റ്റേഷനിൽ എനിക്ക് എന്റെ ഈ സ്ഥലത്തിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ അഗ്നിവീർ ഓൾറെഡി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അഗ്നിവീറിന്റെ പ്രൊപ്പോസൽ ഏകദേശം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ട്രെയിനിങ് ചെയ്യുന്നതിൽ മാക്സിമം ആളുകൾ കണ്ടിന്യൂവേഷൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ പകുതിയിൽ അപ്പുറം പേര് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നവരാണ്. സത്യം പറഞ്ഞാൽ പകുതി പേര് ഓടിപ്പോയിട്ടുള്ളവർ വരെയുണ്ട്. ഞാൻ അതൊന്നും പറയാൻ പാടില്ല. എന്നാലും ഇപ്പൊ ആക്ച്വലി അഗ്നിവീർ സ്കീമിന്റെ പ്രശ്നമല്ല, നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. പിന്നെ ആർമിക്കകത്ത് വന്നിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ സെയിം ചോദ്യം ചോദിച്ചതെങ്കിൽ ആ മെസ്സേജ് അയച്ച ആ സാറ് ഒരുപക്ഷെ പറയുമായിരിക്കും അഗ്നിവീർ നല്ലൊരു പോളിസിയാണെന്ന്. കാരണം രാജ്യത്തിലുള്ള ആംഡ് ഫോഴ്സസ് റിലീജിയനെയും പൊളിറ്റിക്സിനെയും എല്ലാം അപ്പുറമുള്ള നല്ലൊരു ഓർഗനൈസേഷനാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴും എനിക്ക് ഇതുപോലെയുള്ള പല രീതിയിലുള്ള സംശയങ്ങളും എന്റെ തലച്ചോറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തന്നിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നന്ദി പറയാനായിട്ട് 10th B6 മുസ്തഫ സാറിനെ ക്ഷണിച്ചിരിക്കുന്നു. സർ നന്ദിയുടെ മുന്നേ എനിക്കൊരു വാക്കുകൂടെ പറയാനുണ്ട് പ്ലീസ്. ഞാൻ ഒരു സമയം എടുക്കുന്നുണ്ട്. അപ്പോ എനിക്ക് ഞാനെന്ന സൈനികന്, ഞാൻ എന്റെ പേരിവിടെ വെളിപ്പെടുത്തുന്നില്ല കാരണം അതിനപ്പുറം ഞാനൊരു സൈനികനാന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു. അപ്പൊ ഞാനെന്ന സൈനികന് ഇതുപോലെയുള്ള, ഞങ്ങളൊന്നും ആരും അങ്ങനെ ഓർക്കാറില്ല, ഇപ്പോ ഇതുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ലിവ് ടു സ്മൈൽ എന്നിട്ടുള്ള പറയുന്ന ഈ അക്കാഡമി, അതിന് ഞാൻ ആരുടെ പേരിൽ തന്നെ ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിലോട്ട് എന്നെ ക്ഷണിച്ച, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച നമ്മുടെ ഷബാന മേഡം, ബുഷ്ര മേഡം, പിന്നെ ചെന്നൈയിലുള്ള അനിത മേഡം, പിന്നെ നമ്മുടെ മുസ്തഫ സാർ, ഇവർക്കൊക്കെ ഞാനൊരു താങ്ക്സ് പറയുന്നു. പിന്നെ അതിൽ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാണ്. നമ്മുടെ ആർമ്ഡ് ഫോഴ്സസ് നല്ലൊരു മേഖലയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിലോട്ട് വരാൻ ആരും പുറകിലോട്ട് നിൽക്കരുത്. നമ്മളെ മക്കളാണെങ്കിലും അനിയന്മാർക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടികൾക്കും കൂടി അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഇതൊന്നും ആൺകുട്ടികൾക്ക് മാത്രമല്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഒരിക്കലും പോകരുതെന്ന് പറയും. ഓക്കെ സർ, അതിലെ MBBS ഒരു ആർമിയിലേക്ക് MBBS കിട്ടാൻ എൻട്രൻസിൽ എഴുതിയിട്ട് അങ്ങനെ ഒരു സ്കീമില്ല സാർ ഇതുവരെ അതിൽ പറഞ്ഞില്ല. സാർ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് അത് പറയാം. അതായത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ ആണ് നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ എല്ലാ ഡോക്ടേഴ്സുമാരെയും വാർത്തെടുക്കുന്നത് അവിടെയാണ്. അപ്പൊ ആക്ച്വലി അത് പുറമേ നിന്ന് നമുക്ക് MBBS പാസ്സായിട്ടുള്ള ആളുകളെ ആക്ച്വലി എടുക്കുന്നില്ല. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംഡ് ഫോഴ്സസ് നടത്തുന്ന നീറ്റ് എക്സാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീറ്റ് എക്സാം ഇപ്പൊ ആദ്യമൊക്കെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് നീറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ നമുക്ക് പുറമേ നിന്ന് MBBS പഠിച്ചിട്ടുള്ള ഒരു ആളുകൾക്ക് നമുക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർമിയുടെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂന അതുപോലെയുള്ള ട്രെയിനിങ് സെന്ററിൽ തന്നെ നമ്മൾ അവർ പഠിപ്പിക്കും. അതിന് ഈ പറഞ്ഞ പോലെ നീറ്റ് എക്സാം ആണ് എഴുതേണ്ടത്. നീറ്റ് എക്സാം എഴുതിയിട്ട് അതിനുള്ള മാർക്കിന് അടിസ്ഥാനമായിട്ടാണ് നമുക്ക് അതിനകത്ത് സെലക്ഷൻ വരുന്നത്. 4 വർഷം 5 വർഷം ആർമി തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. അത് കഴിഞ്ഞാൽ ആർമിയുടെ AMC ആർമി മെഡിക്കൽ കോറിന്റെ അണ്ടറിലുള്ള പലതരം മിലിറ്ററി ഹോസ്പിറ്റൽസിൽ ഓഫീസേഴ്സ് കാറ്റഗറിയിൽ നമുക്ക് പോസ്റ്റഡ് ആകും. സാറിന്റെ വീട് തൃശ്ശൂർ എവിടെയാണ്? എന്താണ് ബ്രോ, തല്ലാനാണോ? അല്ലല്ല, ഞാന് തൃശ്ശൂർക്കാരനാണ്, കാട്ടൂരാണ്. ആണോ? സാറേ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോന്ന്? ഡിഗ്രി കഴിഞ്ഞവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കീമുകളെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. CDS 19 തൊട്ട് 24 വയസ്സ് വരെ, 27 വയസ്സ് വരെയാണ് ഏറ്റവും ടോപ്പ്. അത് കഴിഞ്ഞ പിന്നെ ആർമിയിലേക്ക് ബുദ്ധിമുട്ടാണ്. 27 വയസ്സിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ സാധിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, ഏജ് ലിമിറ്റേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറിനെ പറഞ്ഞു. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പിന്നെ
സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാധാരണ നമ്മള് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പിന്നെ സാധാരണ ആർമി റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സാറ് പറഞ്ഞല്ലോ, ആർമി റാലി റിക്രൂട്ട്മെന്റ് റാലിയാണ് നമ്മൾക്ക് ആകെ അറിയണ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ. പക്ഷെ അതിന്റെ വലിയ സാധ്യതകളെ കുറിച്ചിട്ടും പിന്നെ അതിലെ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചിട്ടൊക്കെ സാറ് വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. പ്രത്യേകിച്ച് നമ്മളെ ലിവ് ടു സ്മൈലുള്ള ഇതിലുള്ള കൂട്ടുകാരെന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഒരു കൃത്യമായ ഗൈഡൻസ് കിട്ടാതെ പോയിട്ട് വീണ്ടും പഠിക്കാൻ വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. ചിലപ്പോ ഉദ്യോഗാർത്ഥികളല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇനി അവർക്കൊരു അവസരം ഉണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ മക്കൾക്കും അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ആ ഒരു വിവരം പകർന്നു കൊടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് സാറ് വളരെ നല്ല രീതിയിൽ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ നമ്മൾക്കിനി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ആ ബാച്ച് മുഖേന നമ്മൾക്ക് സാറിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ എന്തായാലും സാറിന്റെ സമയം നമ്മൾക്ക് മാനിക്കണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും പിന്നെ ക്ലോസിംഗ് സെഷനിലേക്ക് പോവാം. ബാച്ചിലെ ആൾക്കാർ ക്ലോസ് ചെയ്തു. അപ്പോ നന്ദി പറയാനായിട്ട് 10th B6 മുസ്തഫ സാറിനെ ക്ഷണിക്കുന്നു. മുസ്തഫ സാർ ഉണ്ടല്ലോ അല്ലേ? ലിവ് ടു സ്മൈൽ സൺഡേ സ്പെഷ്യൽ 208ാമത്തെ എപ്പിസോഡ് നടത്താൻ 10 ബാച്ചിന് അവസരം തന്ന ഇർഫാദ് സാറ്, അബ്ദുറഹ്മാൻ സാറ്, ഷെറീൻ സാറ്, ഞങ്ങളുടെ കോർഡിനേറ്റർ മുർഷിദ് സാറിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തിരക്കിന്റെ ഇടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സൺഡേ സ്പെഷ്യൽ ധന്യമാക്കാൻ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന റമീസ് സാറിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേപോലെ തന്നെ 10B6B ബാച്ച് ബിപിൻ സാർ, സഫന മാം, സുഹാന മാം, ഷർഷിദ മാം, മുർഷിദ മാം, ഇവർക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മറ്റ് കോർഡിനേറ്റർമാർക്കും മറ്റ് അധ്യാപകർക്കും ടീച്ചേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനും ലിവ് ടു സ്മൈൽ 10-6B ബാച്ചിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു മുസ്തഫ സർ, താങ്ക് യു. അപ്പൊ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു എല്ലാവർക്കും. നമസ്കാരം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നാട് നന്നാക്കുക, വീട് നന്നാക്കുക, ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. താങ്ക് യു. സല്യൂട്ട് സർ. താങ്ക് യു. സല്യൂട്ട്. സാറുടെ നമ്പർ കിട്ടുമോ? ജെയിംസ് സാർ.